ഭാരതത്തിലുള്ള ഏത് സ്വത്ത് സംബന്ധിച്ച തർക്കം വന്നാലും അവിടെ നിർണയത്തിന് നമ്മുടെ സിവിൽ കോടതികളാണ് ആലംബമാക്കപ്പെടേണ്ടത്. അവിടെയാണ് നമ്മൾ പരാതിയോ അന്യായമോ ഫയൽ ചെയ്യേണ്ടത്. അങ്ങനെയായിരുന്നു വഖഫ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ചും. എന്നാൽ 2013 കൊണ്ടുവന്ന ഭേദഗതിക്ക് അനുസരിച്ച് വഖഫ് സംബന്ധിച്ച ഡിസ്പ്യൂട്ടുകൾ സിവിൽ കോടതിയിൽ പറ്റില്ല, അതിന് ട്രിബ്യൂണലിൽ തന്നെ പോകണം. ആ വഖഫ് ട്രിബ്യൂണലിലാകട്ടെ ഒരു മതത്തിന്റെ മാത്രം പ്രതിനിധികളുള്ള, കൃത്യസംഖ്യ അറിയില്ല, 10നും 15നും ഇടയ്ക്ക്, ഇനി 20 താഴെയാണോ എന്നറിയില്ല, അത്ര വഖഫ് ട്രിബ്യൂണലുകളേ ഉള്ളൂ. ഭാരതത്തിൽ മിലിറ്ററിയും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്ത് വഖഫിന്റെ ഉടമസ്ഥതയിലാണ്. അപ്പം അത് സംബന്ധിക്കുന്ന നിയമവ്യവസ്ഥകളിൽ കാലാകാലങ്ങളിൽ സർക്കാർ പരിവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവരുന്ന പരിവർത്തനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടായിരിക്കണം. ഇവിടെ എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്. ആർക്കും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമില്ല. ഒരു മനുഷ്യനും ഒരു മതത്തിനും ഒരു സംഘടനയ്ക്കും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമില്ല. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ലിമിറ്റഡ് ആണ്, നിയന്ത്രിതമാണ്. ആ നിയന്ത്രണം 3 ഘടകങ്ങൾക്കനുസരിച്ചാണ്. 1 പബ്ലിക് ഹെൽത്ത്, 2 സോഷ്യൽ ഓർഡർ, 3 മൊറാലിറ്റി. ഈ 3 ഘടകങ്ങൾക്കനുസൃതമായി മാത്രമേ ഭാരതത്തിൽ സ്വാതന്ത്ര്യമുള്ളൂ. ലോകത്തിൽ ഒരു രാജ്യത്തിലും അതത് രാജ്യത്തിന്റെ അടിസ്ഥാന നിയമത്തിന് വിരുദ്ധമായ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല.